എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 95-ാം ഭാഗമാണ് നമ്മളിന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ ദിവസവും മുടങ്ങാതെ കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. കൽക്കുരിശിൻ്റെ ചുവട്ടിൽ അവരെ കാത്തു നിന്നിരുന്നത് ജിനു ആയിരുന്നു. എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരുന്നവളെ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് വന്നതായിരിക്കും. പിന്നെ അവളുടെ ഇടവകപ്പള്ളി കാണാനുള്ള ആശ കൊണ്ടും കൂടി ആയിരിക്കും അവൻ വന്നത്. ഒഴിവാണെങ്കിൽ എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്ന് അവളോട് പറഞ്ഞാൽ ഒരു ഫലവുമില്ല. അതൊന്നുമില്ലെങ്കിലും വെറുതെ കാണുകയെങ്കിലും ചെയ്യാമല്ലോ. അതിനായിട്ടാണ് അവൻ വന്നത്. പള്ളിയിൽ പോക്കിപ്പോൾ തൻ്റെ ഇടവകപ്പള്ളിയിൽ തന്നെ വേണമെന്നില്ലല്ലോ. നിനക്ക് നിൻ്റെ നാട്ടിലുള്ള പള്ളിയിലൊന്നും കുർബാന ഇല്ലാഞ്ഞിട്ടാണോടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അതോ ചെറിയ പള്ളിയിലെ കുർബാന എങ്ങനെ ഉണ്ടെന്ന് നോക്കാനാണോ? ഇതിനേക്കാളും വലിയ യമണ്ടൻ പള്ളിയല്ലേ നിൻ്റെ നാട്ടിലുള്ളത്? അതിനകത്ത് കയറിയാൽ തന്നെ ഒരു കൊട്ടാരത്തിൽ കയറിയതുപോലെ തോന്നും. പറയുന്നത് കേട്ടാൽ തോന്നും ഇവൾ കുറേയേറെ കൊട്ടാരങ്ങൾ കണ്ടിട്ടുണ്ടെന്ന്. പടങ്ങളിൽ കണ്ടിട്ടുള്ളത് ഒരെണ്ണം പോലും നേരിട്ട് കണ്ടിട്ടില്ലായിരിക്കും. കൊട്ടാരം പോലെയുള്ള പള്ളിയിലായിരിക്കില്ലല്ലോ തമ്പുരാൻ ഉണ്ടായിരിക്കുക. കാലിത്തൊഴുത്തിൽ പിറന്ന പാവത്തിന് രാജകൊട്ടാരം വേണ്ടല്ലോ. കൊട്ടാരം പണിയുന്നത് എന്തിനായാലും എനിക്കതൊന്നും ഇഷ്ടമല്ല. എന്നാലും എൻ്റെ ഇഷ്ടം ഈ കാര്യത്തിൽ അവിടെ ആര് നോക്കുന്നു? അല്ലെങ്കിലും അവൻ പറഞ്ഞത് ശരിയാണ്. അവൻ്റെ ഇടവകപ്പള്ളി ഒരു ചെറിയ കൊട്ടാരം പോലെ തന്നെ ഉണ്ട്. അച്ഛൻ്റെ താമസ സ്ഥലമായ മുറിയും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു ഇന്ന പ്രദേശമുണ്ട്. എല്ലാവർക്കും ആഡംബരവും പ്രൗഢി കാണിക്കലും മാത്രമേ ഉള്ളൂ. ലളിതമായി ജീവിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ജീവിക്കുന്നവരോട് പുച്ഛവുമാണ്. നീ വന്നത് തമ്പുരാനെ കാണാനല്ല എന്നും റാണിയെ കാണാനാണെന്നുമുള്ള വിവരം ആർക്കാടാ അറിയത്തില്ലാത്തത്? അതങ്ങ് നേരിട്ട് പറഞ്ഞാൽ പോരെ. തോന്നുന്ന പോലെ വെറുതെ പള്ളിമുറ്റത്തു നിന്ന് നുണ പറയുന്നോ? ഈ കാര്യമൊക്കെ ഇവൾ പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ അറിയാം. ചുമ്മാ ഉരുളാൻ നോക്കണ്ട. ഇവർക്ക് ശരിവിവരം അറിയില്ല എന്നാണ് ഇത്രനാളും കരുതിയത്. എന്നാൽ അവർ തമ്മിലുള്ള ഇരിപ്പുവശം അത്രയും സ്ട്രോങ് ആണല്ലോ. അതുകൊണ്ട് പരസ്പരം പങ്കുവയ്ക്കാത്ത രഹസ്യങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പോൾ പിന്നെ അവരുടെ അടുത്തൊന്നും ഒളിക്കാൻ നോക്കുന്നതിൽ കാര്യവുമില്ല. എൻ്റെ മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പ്രത്യേകമായി എനിക്കൊന്നും ഒളിക്കാനില്ല, വെളിപ്പെടുത്താനുമില്ല. എല്ലാം തന്നെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞതല്ലേ. എന്തായാലും സ്നേഹ കുർബാനയ്ക്ക് വരുന്ന പള്ളി എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. സ്നേഹയുടെ ഇവിടുത്തെ വാസസ്ഥലം കൂടി കഴിയുമെങ്കിൽ ഒന്ന് കാണണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. ഇന്ന് കഴിയുമെങ്കിൽ ഇന്ന്, അല്ലെങ്കിൽ പിന്നൊരിക്കൽ. കോൺവെൻറ്റിലേക്ക് ഇപ്പോൾ എന്നാ പറഞ്ഞുകൊണ്ട് ഇവനെ കൂട്ടിക്കൊണ്ട് ചെല്ലും? അല്ലെങ്കിൽ പിന്നെ അവൻ അവിടെ ആദ്യം അന്വേഷിച്ചു വരണമായിരുന്നു. കൂടെ പഠിക്കുന്നവനാണ് എന്ന കെയർ ഓഫിൽ ഇവന് അവിടെ അന്വേഷിച്ചു വരാവുന്നതേ ഉള്ളൂ. അതും അത്ര നല്ലതൊന്നുമല്ല. അങ്ങനെ വന്നാൽ ആ സ്ഥലം കാണാം, മദറിനെയും കാണാൻ കഴിയും. ഇതിപ്പോൾ അവർ ഇവിടെ വെച്ച് തന്നെ അവനെ കണ്ടു കഴിഞ്ഞു. അപ്പോഴേക്കും മദറും സിസ്റ്റർമാരും എല്ലാം കൂടി വരുന്നുണ്ട്. അവർ വരുന്നത് കണ്ടതേ പോകുന്നു എന്ന് പറഞ്ഞതും അവർ രണ്ടുപേരും സ്ഥലം വിട്ടു. ഇപ്പോൾ ആകെ കിച്ചു മാത്രമുണ്ട്. അവനാണെങ്കിൽ മാതാപിതാക്കളെപ്പോലെ കരുതുന്ന വക്കച്ചൻ ചേട്ടനെയും ചേട്ടത്തിയെയും കൊണ്ടുപോയി പള്ളിക്കുള്ളിലിരുത്തി. എന്നിട്ട് കൂട്ടുകാരനോട് സംസാരിക്കാൻ പുറത്തേക്ക് വന്നതാണ്. കൂടെ പഠിച്ചവൻ നാട്ടിൽ വന്നാൽ അവനെ അതിഥിയെപ്പോലെ സ്വീകരിക്കേണ്ടതാണ്. കുർബാന തുടങ്ങാൻ അല്പസമയം കൂടിയുണ്ട്. സിസ്റ്റർമാർ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ആരാധന തുടങ്ങും. പള്ളിയിൽ അപ്പോഴേക്കും കയറണം. പിന്നെയും പുറത്തുനിന്ന് വർത്തമാനം പറയുന്നത് കണ്ടാൽ അച്ഛൻ ഇഷ്ടപ്പെടില്ല. എന്തെങ്കിലും പറഞ്ഞെന്നിരിക്കും. അതുവരെയുള്ള വർത്തമാനം മാത്രമേ നടക്കൂ.
അപ്പോഴേക്കും ആരാധന തുടങ്ങിക്കഴിഞ്ഞു. പുറത്തു നിന്ന എല്ലാവരും അകത്തേക്ക് കയറുകയും ചെയ്തു. ജിനു ഉദ്ദേശിച്ചതുപോലെ കോൺവെൻറ്റിൽ അന്നേരം പോകാൻ അവന് കഴിഞ്ഞില്ല. അവിടത്തെ പ്രധാനപ്പെട്ട ആരെയും കാണാനും കഴിഞ്ഞില്ല. പള്ളിക്കൽ വെച്ച് തന്നെ സിസ്റ്റർമാർ 2-3 പേരെ പരിചയപ്പെട്ടു. അത്രമാത്രമേ അന്ന് ജിനുവിന് കഴിഞ്ഞുള്ളൂ. ബിടെക്കിൻ്റെ റിസൾട്ട് അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞതായി ജിനു വന്നപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഒരാഴ്ച കൂടി ഇനി കാത്തിരുന്നാൽ മതി. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പരമാവധി 1 മാസത്തിനുള്ളിൽ തന്നെ പോസ്റ്റിംഗ് ഓർഡർ വരും. അപ്പോൾ പിന്നെ വൈകാതെ അവിടെ പോയി ജോയിൻ ചെയ്യേണ്ടി വരികയും ചെയ്യും. ഇത്ര നാളും ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് റിസൾട്ട് വരാൻ. എങ്കിലും തങ്ങൾ ഇവിടെ നിന്നും പോവുകയാണല്ലോ എന്നോർത്തപ്പോൾ എല്ലാവർക്കും ചെറിയ തോതിൽ വിഷമം. ഇത്ര കാലവും ജീവിച്ച നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കേറേണ്ടി വരുമ്പോൾ എല്ലാവർക്കും അനുഭവിക്കേണ്ടി വരുന്ന വിഷമം തന്നെയാണത്. എന്നാൽ അത് ഒഴിച്ചുകൂടാത്തതാണ് താനും. ഇടമുളയിൽ വീട്ടിലേക്കൊന്ന് പോകണമെന്ന് അനുവിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാലും അത് റിസൾട്ട് വന്നതിന് ശേഷം പോകുന്നതിനോടായിരുന്നു അവൾക്ക് താല്പര്യം. ഒന്നുമല്ലെങ്കിലും തന്നെ അനാഥാലയത്തിലേക്ക് തള്ളിവിട്ടവരല്ലേ, അവരുടെ മുൻപിൽ വിജയിച്ച ഒരാളായി ചെല്ലുന്നതാണ് നല്ലത്. റിസൾട്ട് വന്നാൽ അപ്പോൾ തന്നെ വിവരം അരുണിനെ അറിയിച്ചാൽ മാത്രം മതി. അവൻ ആ വിവരം വീട്ടിൽ അറിയിച്ചുകൊള്ളും. നേരത്തെ കരുതിയതിനേക്കാൾ 2 ദിവസം മുമ്പേ ബിടെക്കിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിന് അഭിമാനകരമായ വിജയമായിരുന്നു ഈ വർഷം. പരീക്ഷ എഴുതിയവരിൽ 40% പേർ ഉയർന്ന മാർക്കോടെ തന്നെ വിജയിച്ചു. അതുവരെ 30%-നപ്പുറം പോയിട്ടില്ലായിരുന്നു. സ്തുത്യർഹമായ വിജയം നേടിയവരുടെ കൂട്ടത്തിൽ സിജോ മാത്യു എന്ന കിച്ചുവും അനുശ്രീയും സ്നേഹയും ഉണ്ടായിരുന്നു. എല്ലാ സെമസ്റ്ററുകളും കംപ്ലീറ്റായി കിട്ടിയവരാണ് ഈ 40%. ബാക്കി കുറേ പേർക്ക് പേപ്പർ ബാക്ക് വന്നത് 2ാമത് തവണ എഴുതിയതിൻ്റെ റിസൾട്ട് ഇനി വരാനുണ്ട്. അതുകൂടി കിട്ടുമ്പോഴേക്കും വിജയശതമാനം ഇതിനേക്കാൾ വളരെ കൂടും. എല്ലാ വർഷവും ഫലം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവസാനം പബ്ലിഷ് ചെയ്യാനുള്ള റിസൾട്ട് മുഴുവൻ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ വിജയശതമാനം 70 കടക്കും. ഈ കൊല്ലം തന്നെ 4ാം സെമസ്റ്ററിൻ്റെയും 7ാം സെമസ്റ്ററിൻ്റെയും 2 വീതം പേപ്പറുകളുടെ റിസൾട്ട് പുറത്തുവിടാനുണ്ട്. ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയാൽ പോലും പെൻഡിങ് റിസൾട്ട് കൂടി കിട്ടാതെ ഒരു കാരണവശാലും നിയമനം കിട്ടില്ല. കമ്പനിക്കാരുടെ കാലാവധിക്ക് മുമ്പ് റിസൾട്ട് സമർപ്പിക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയ ജോലി പോലും നഷ്ടപ്പെട്ടു കൂടായികയില്ല. അങ്ങനെ ഇതിനു മുമ്പൊരു വർഷം കുറേ കുട്ടികൾക്ക് ജോലി നഷ്ടപ്പെട്ടതായി പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. കിച്ചുവിനും അനുവിനും സ്നേഹയ്ക്കുമൊന്നും ആ വക ഒരു ഭയത്തിൻ്റെയും ആവശ്യമില്ല. 8 സെമസ്റ്ററുകളിലെ മുഴുവൻ പേപ്പറുകളും അവർക്ക് കിട്ടിയതാണ്. ആദ്യ പരിശ്രമത്തിൽ തന്നെ അവർ എല്ലാം എഴുതിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷമം വിചാരിക്കേണ്ട ആവശ്യമില്ലാത്തത്. റിസൾട്ട് വന്നു കഴിഞ്ഞ് അനു ഒരു പ്രാവശ്യം കൂടി കോളേജിൽ പോയിരുന്നു. കൂട്ടുകാരാരെയും അന്ന് കാണാൻ കഴിഞ്ഞില്ല. എന്നാലും ഇക്കൊല്ലം 2ാം വർഷം പഠിക്കുന്ന അരുണിനെ കാണാൻ പറ്റി. അവൻ ചേച്ചിയെ കണ്ടപ്പോഴേ ഓടി വന്നു. അവനോട് റിസൾട്ടിൻ്റെ കാര്യത്തെപ്പറ്റി പറഞ്ഞു. ചേച്ചിക്കാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ മാർക്കെന്ന് പറയുന്നത് കേട്ടു. എനിക്കത് കേട്ടിട്ട് അഭിമാനമായി. അവിടെ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും ചേച്ചിക്ക് പരാജയപ്പെടേണ്ടി വന്നില്ലല്ലോ. എപ്പോഴത്തേക്കാണ് ജോലിയിൽ കയറേണ്ടതെന്നറിയാമോ? അതിനു മുമ്പ് വീട്ടിൽ വരുമോ? അവരെ ആരെയും കണക്കാക്കിയില്ലെങ്കിലും ഞാനില്ലേ അവിടെ. ഒരു ദിവസം വാന്നേ. ഇവൻ്റെ സ്നേഹം കാണുമ്പോൾ അങ്ങോട്ട് പോകാതിരിക്കാൻ തോന്നുന്നില്ല. തന്നെയല്ല, ഈ നാട്ടിൽ നിന്ന് പോവുകയുമാണല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും ലീവ് കിട്ടുന്ന 1-2 ദിവസം കോൺവെൻറ്റിൽ വന്ന് നിൽക്കാൻ മാത്രമേ നേരമുണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഇവരുടെ വീട്ടിൽ പോകുന്ന കാര്യമൊന്നും മിക്കവാറും നടക്കില്ല. ദിവസങ്ങൾ കഴിയും തോറും തിരക്കുകളും കൂടി വരും. ജോലിയുടെ സ്വഭാവത്തെപ്പറ്റിയാണെങ്കിലും ഒരു വിവരവും ഇപ്പോഴില്ല. ഒരു ദിവസം എത്ര മണിക്കൂർ ജോലി ചെയ്യണമെന്നും അറിയില്ല. ജോലി എത്ര മണിക്കൂർ ഉണ്ടെന്നോ
അത് കഴിയുമ്പോഴേക്കും തൻ്റെ സ്ഥിതി എങ്ങനെ ആയിരിക്കുമെന്നോ ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ തന്നെ വീട്ടിൽ പോയേക്കാം. ഞാൻ എന്നാണ് നിൻ്റെ വീട്ടിലേക്ക് വരേണ്ടത്? നീ പറഞ്ഞാൽ മതി, ഞാൻ ആ സമയത്ത് അവിടെ എത്തിക്കോളാം. അതല്ലെങ്കിൽ പിന്നെ നീ കോൺവെൻറ്റിൽ വന്ന് എന്നെയും കൂടി കൂട്ടിപ്പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ മാത്രമായിട്ട് വന്നാൽ മതിയല്ലോ. അന്നേരം ഒരു പ്രശ്നമുണ്ട്, വൈകുന്നേരത്തിന് മുമ്പേ തിരിച്ചു കൊണ്ടുവിടണം. ചേച്ചി വരാമെന്ന് സമ്മതിച്ചല്ലോ. അരുൺ ആകപ്പാടെ സന്തോഷത്താൽ മതിമറന്നു. എന്തുമാത്രം സന്തോഷം അവൻ അനുഭവിക്കുന്നുണ്ടെന്ന് അവൻ്റെ മുഖം കണ്ടാൽ അറിയാം. ചേച്ചി വരാൻ സമ്മതിച്ചല്ലോ, ഞാൻ വന്ന് കൂട്ടിക്കോളാം. നമുക്ക് വർത്തമാനം പറഞ്ഞ് അങ്ങ് പോകാം. ഉച്ചഭക്ഷണം കഴിച്ച് തിരിച്ചു പോരാം. അവിടെ എല്ലാവരെയും ഒന്നും കാണേണ്ട ആവശ്യമില്ല. കൂടുതലായി അടുപ്പമൊന്നും ആഗ്രഹിക്കുന്നവരോ അർഹിക്കുന്നവരോ അവിടെ ഇല്ലല്ലോ. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും കുറച്ച് ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഞാനൊരു ഭാരമാകും എന്നാണ് അന്ന് അവർ വിചാരിച്ചത്. അതുകൊണ്ടാണ് അവർ എത്രയും വേഗം എന്നെ ഒഴിവാക്കിയത്. അത് വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ കാര്യമില്ലല്ലോ, വരാനുള്ളത് വന്നു കഴിഞ്ഞില്ലേ. ഭാരമാകാതെ ചേച്ചിയെ ഒഴിവാക്കിയിട്ട് അവർ രണ്ടുപേരും സമ്പാദിച്ചു വച്ചിരിക്കുന്നത് മുഴുവൻ എവിടെയാണോ ആവോ ഇരിക്കുന്നത്. ഞാനെങ്ങും കാണുന്നില്ല. പാപ്പനാണെങ്കിൽ കർണാടകത്തിൽ പോയി ഇഞ്ചി കൃഷി ചെയ്ത് അവിടെ നിന്നും പൊട്ടിപ്പൊളിഞ്ഞ് കടം കയറി നടക്കുന്നു. കുറേ സ്ഥലം വിറ്റാണ് തൽക്കാലം ബാങ്ക് ലോൺ അടച്ചു തീർത്തത്. അപ്പയുടെ കാര്യമാണെങ്കിൽ കഷ്ടിച്ച് തട്ടുകേടൊന്നുമില്ലാതെ അങ്ങ് പോകുന്നു എന്ന് മാത്രം. ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകാം. അതാണ് ഒരാളെ ഒഴിവാക്കിയിട്ട് അവർ നേടിയത്. ഒരാൾ കൂടെ വീട്ടിലുണ്ടായിരുന്നെങ്കിലും ഇത്രയൊക്കെ തന്നെ സംഭവിക്കാനുള്ളൂ. പക്ഷേ അവരോട് പറഞ്ഞ് ജയിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് അമ്മയോട്. നീ ഇടദിവസങ്ങളിലൊന്നും വരാൻ നിൽക്കണ്ട. അടുത്ത ഞായറാഴ്ച പള്ളിയിൽ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുന്ന കൂട്ടത്തിൽ ഞാനും കൂടി വന്നോളാം. മഠത്തിൽ ചോദിച്ച് അനുവാദവും ഞാൻ തന്നെ വാങ്ങിച്ചോളാം. അങ്ങനെയാകുമ്പോൾ പോകാനും വരാനും എളുപ്പമാണ്. അതായിരിക്കും കുറേ കൂടി നല്ലത്. ഇനി അവിടെ നിന്ന് അനുവാദം കിട്ടാതെ വരുമോ എന്നതൊരു പ്രശ്നമാണ്. മദറിൻ്റെ സ്വഭാവമാണ്. പോകണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുമില്ല. അങ്ങനെ പറയുമോ ആവോ. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ തോന്നാതിരിക്കുമോ? എന്തു തന്നെയാണ് ആ തോന്നിയ അഭിപ്രായമെങ്കിലും അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. പിന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കല്ലേ. അവരും കൂടി കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യട്ടെ. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. ഓക്കേ.